السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഖുർആനിലെ അതിമഹത്തായ ഒരു അധ്യായമാണ് സൂറത്തുൽ ദുഹ. ദുഹ സൂറത്തിലെ ഓരോ ആയത്തുകളും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ മുത്തുനബിയുടെ മഹത്വമാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരിക. ആ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ വദ്ദുഹ വല്ലൈലി ഇദാ സജ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വദ്ദുഹ, പകൽ വെളിച്ചം തന്നെയാണ് സത്യം. വല്ലൈൽ, രാത്രിയുമാണ് സത്യം. ഇദാ സജ, രാത്രി അതിൻ്റെ ഇരുട്ട് ശക്തമാകുമ്പോൾ. ഇവിടെ പറഞ്ഞ ദുഹ, ലൈൽ എന്നീ രണ്ട് പദങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന കാര്യത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഏറെ കൗതുകകരമായ ഒരു വ്യാഖ്യാനം തഫ്സീറു റാസി പരിശോധിച്ചാൽ കാണാൻ പറ്റും. വദ്ദുഹ, ദുഹ എന്ന് പറഞ്ഞാൽ വജ്ഹു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവദനം, അതാണ് ദുഹ എന്നതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് റാസിയിൽ കാണാം. ലൈൽ എന്ന് പറഞ്ഞാൽ ഷഅറു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ തിരുകേശം. അപ്പോൾ ഇത് പ്രകാരം വദ്ദുഹ വല്ലൈൽ എന്നതിൻ്റെ അർത്ഥം ഇങ്ങനെയായിരിക്കും. വദ്ദുഹ, തിരുനബിയുടെ തിരുവദനമാണ് സത്യം. വല്ലൈൽ, അവിടുത്തെ തിരുകേശവുമാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ശരീരത്തിലെ കേശത്തെയും അവിടുത്തെ തിരുമുഖത്തെയും പിടിച്ചിട്ട് സത്യം ചെയ്യുകയാണ്. അപ്പോൾ ആരായിരിക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹു തആല ഏതെങ്കിലും നിസ്സാരമായ കാര്യത്തെ പിടിച്ചിട്ടല്ല സാധാരണ സത്യം ചെയ്യാറുള്ളത്. അല്ലാഹു തആല ഏതെങ്കിലും കാര്യത്തെ പിടിച്ചിട്ട് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് എന്തൊക്കെയോ ചില ക്വാളിറ്റികൾ ഉണ്ടാകും. നബി തങ്ങളുടെ വ്യക്തിത്വത്തിന് മാത്രമല്ല, അവിടുത്തെ ശരീരത്തിനും ശരീരാവയവങ്ങൾക്കും ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും മാഹാത്മ്യമുണ്ട്. എല്ലാം പരിശുദ്ധമാണ്, അവിടുത്തേതെല്ലാം പരിശുദ്ധമാണ്. അവിടുത്തെ ശരീരത്തിൽ വേസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നും തന്നെയില്ല, എല്ലാം പരമപരിശുദ്ധമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുമ്പോൾ എല്ലാം വിശുദ്ധമാണ്. മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് ദുഹ എന്ന് പറഞ്ഞാൽ ദുകൂറു അഹ്ലി ബൈത്തി, മുത്തുനബിയുടെ അഹ്ലു ബൈത്തിലെ പുരുഷന്മാർ. ലൈൽ എന്ന് പറഞ്ഞാൽ ഇനാസു അഹ്ലി ബൈത്തി, മുത്തുനബിയുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട സ്ത്രീകൾ. ഈ വ്യാഖ്യാന പ്രകാരം വദ്ദുഹ എന്ന് പറഞ്ഞാൽ ഹബീബിൻ്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട പുരുഷന്മാരാണ് സത്യം. വല്ലൈൽ, അഹ്ലു ബൈത്തിൽപ്പെട്ട സ്ത്രീകളുമാണ് സത്യം എന്നായിരിക്കും അർത്ഥം. മറ്റൊരർത്ഥം കൊടുക്കുന്നത് ദുഹ എന്ന് പറഞ്ഞാൽ റിസാലത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ റിസാലത്ത്. ലൈൽ എന്ന് പറഞ്ഞാൽ വല്ലൈൽ എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് ഇറങ്ങാറുണ്ടായിരുന്ന വഹയി നിലച്ചുപോയ കാലഘട്ടം. കുറഞ്ഞ കാലം വഹയി നിലച്ച സമയമുണ്ടായിരുന്നു. സമാനു ഇഹ്തിബാസിൽ വഹയി എന്നാണ് റാസി അതിന് കൊടുത്തിട്ടുള്ള ഒരു വ്യാഖ്യാനം. ഇങ്ങനെ ഈ ദുഹ, ലൈൽ എന്നതിന് മുത്തുനബിയുമായി ബന്ധപ്പെട്ട പല വ്യാഖ്യാനങ്ങളും നൽകപ്പെട്ടതായി നമുക്ക് കാണാൻ പറ്റും.
ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹബീബായ മുത്തുനബിയുടെ മഹത്വമാണ്. ഖുർആനിൽ നബിതങ്ങളുടെ ആയുസ്സിനെ പിടിച്ചിട്ട് അല്ലാഹു തആല സത്യം ചെയ്തിട്ടുണ്ട്. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. ലഅംറുക, നബിയെ അങ്ങയുടെ ജീവിതം തന്നെയാണ് സത്യം. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. അവരുടെ ലഹരിയിൽ വിഹരിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ മുത്തുനബിയുടെ ആയുസ്, ജീവിതം പിടിച്ചിട്ട് അല്ലാഹു തആല സത്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം പരിശുദ്ധമായിരിക്കും അവിടുത്തെ ആ ജീവിതം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. മാ ഖലഖല്ലാഹു വമാ ദറഅ വമാ ബറഅ നഫ്സൻ അക്രമ അലല്ലാഹി മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ സമിഅതുല്ലാഹ അഖ്സമ ബിഹയാത്തി അഹദിൻ ഗൈരിഹി. മുത്തുനബിയോളം മഹാനായ ഒരാളെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടേയില്ല. വമാ സമിഅതുല്ലാഹ അഖ്സമ ബിഹയാത്തി അഹദിൻ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതം പിടിച്ചിട്ട് അല്ലാഹു തആല സത്യം ചെയ്തതായിട്ടും ഞാൻ കേട്ടിട്ടില്ല മുത്തുനബിയുടേതല്ലാതെ. മുത്തുനബിയുടെ ജീവിതം പിടിച്ചിട്ട് മാത്രമാണ് അല്ലാഹു തആല സത്യം ചെയ്തിരിക്കുന്നത്. അല്ലാത്ത വേറെ ഏതെങ്കിലും ജീവിതത്തെ പിടിച്ചിട്ട് അല്ലാഹു തആല സത്യം ചെയ്തത് ഞാൻ കേട്ടിട്ടില്ലെന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇനി അവിടുന്ന് ജനിച്ച നാടിനെ പിടിച്ചിട്ടും അല്ലാഹു തആല സത്യം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ശരീരത്തെയും അവിടുത്തെ ആയുസ്സിനെയും പിടിച്ച് മാത്രമല്ല, അവിടുത്തെ ശരീരാവയവത്തെയും അവിടുത്തെ ജീവിതത്തെയും പിടിച്ച് മാത്രമല്ല, അവിടുന്ന് ജനിച്ചു വളർന്ന നാടിനെ പിടിച്ചിട്ടും അല്ലാഹു തആല സത്യം ചെയ്തിട്ടുണ്ട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. അങ്ങ് ജീവിച്ചു കൊണ്ടിരിക്കെ ഈ മക്ക നഗരത്തെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു എന്നർത്ഥം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യാം. ഏതാണ് ആ നാട്? മക്കത്തുൽ മുകറമ. ഏതവസ്ഥയിൽ? വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, അങ്ങ് ഇവിടെ നിവാസിയായിരിക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ താമസിച്ചു കൊണ്ടിരിക്കെ അവിടത്തെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? രണ്ടിൻ്റെയും, അതായത് മുത്തുനബിയുടെയും മക്ക നഗരത്തിൻ്റെയും മഹത്വം ഉയർത്തിക്കാട്ടലാണ്. നബി തങ്ങളുടെ സാന്നിധ്യം, അതേപോലെ അവിടുത്തെ ജീവിതവും കാരണമായി മക്കക്ക് ഒന്നുകൂടി പവിത്രത കൂടുകയാണ്. അത് റഹ്മത്തുല്ലിൽ ആലമീൻ ജനിച്ച, റഹ്മത്തുല്ലിൽ ആലമീൻ ജീവിച്ച നാടാണ് എന്ന ആ പരിഗണന വെച്ച് നോക്കുമ്പോൾ മക്കക്ക് ഒന്നുകൂടി പ്രാധാന്യം കൂടും. അല്ലാഹു തആല അതുകൊണ്ട് സത്യം ചെയ്യുകയാണ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. അല്ലാഹു തആല ഹബീബിനെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.